നമ്മുടെ കുഞ്ഞുങ്ങൾ പൊതുസ്ഥലത്ത് നമ്മൾ കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ പെരുമാറുക, പെട്ടെന്ന് അവർ വാശി പിടിക്കുക, താഴെ കിടന്ന് ഉരുളുക, അങ്ങനെയുള്ള ബിഹേവിയേഴ്സ് നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. എങ്ങനെ നമുക്കിത് പരിഹരിക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റും? സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കുഞ്ഞാണ്, ഒരു ഓട്ടിസമോ ADHD ഉള്ളൊരു കുഞ്ഞാണെങ്കിൽ അവനെ നമ്മൾ പിക്ചറിലൂടെയോ വീഡിയോസിലൂടെയോ അല്ലെന്നുണ്ടെങ്കിൽ അവന് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ അവനെ കാര്യങ്ങൾ പറഞ്ഞ് പ്രിപ്പയർ ചെയ്തിട്ട് വേണം അവിടേക്ക് കൊണ്ടുപോകാനായിട്ട്. 2, എത്ര നേരം നമ്മുടെ കുഞ്ഞിന് അടങ്ങിയിരിക്കാനുള്ളൊരു ക്ഷമയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഈ പോകുന്ന സ്ഥലത്ത് ഒരുപാട് വെയിറ്റിംഗ് വേണ്ടുന്ന ഒരു സ്ഥലമായിരിക്കാം. അപ്പം കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് ഒരു മൂവ്മെൻറ്റ് ബ്രേക്ക് നമ്മൾ കൊടുക്കണം. അവനെ പുറത്തേക്കൊന്ന് കൊണ്ടുപോയി, അല്ലെങ്കിൽ അവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി കുഞ്ഞിനെ ഒന്ന് ഓടി നടക്കാനോ, അതുമായിട്ട് അവൻ ഫിസിക്കലി ഒന്ന് ആക്റ്റീവ് ആകാനുള്ളൊരു ബ്രേക്ക് അവൻ എപ്പോഴും നമ്മൾ കൊടുക്കണം. പെട്ടെന്ന് ക്രൗഡഡ് പ്ലേസിൽ പോകുമ്പോൾ അവിടുത്തെ ഉള്ള ശബ്ദങ്ങൾ, പരിചിതമല്ലാത്ത ആളുകൾ, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും കുഞ്ഞുങ്ങൾ ഒത്തിരി അക്ഷമരാകാറുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ കുഞ്ഞുങ്ങളുടെ സെൻസറി നീഡ്സ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം പോകാൻ. പിന്നെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു മെൽറ്റ് ഡൗൺസ് വരുമ്പോൾ പേരൻസ് എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ അവൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് അവനെ സെറ്റിൽ ചെയ്യാനുള്ളൊരു സാവകാശം കുഞ്ഞിന് കൊടുക്കുക. ഒരു ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവനെ ഒന്ന് കംഫർട്ടബിൾ ആക്കുക, അല്ലെങ്കിൽ ഒന്ന് ഹഗ് ചെയ്യുക, അവന് സോഫ്റ്റായിട്ടുള്ള അവന് ഇഷ്ടപ്പെട്ടൊരു മ്യൂസിക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അവനൊന്ന് ഒരു 5-10 മിനിറ്റ് കൊണ്ടൊന്ന് കാം ഡൗൺ ആകാൻ, അല്ലെങ്കിൽ ഒന്ന് സെറ്റിൽ ചെയ്യാനുള്ളൊരു സമയം കൊടുത്തതിന് ശേഷം വേണം നമ്മൾ തിരികെ കൊണ്ടുവരാനായിട്ട്. ഷോപ്പിംഗ് മാളിൽ പോകുമ്പോഴോ അല്ല റെയിൽവേ സ്റ്റേഷനിലോ എയർപോർട്ടിലൊക്കെ പോകുമ്പം അവിടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറ്റിയ പ്ലേ ഏരിയാസോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില സെൻസറി ഏരിയാസ് ഉണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് കുഞ്ഞിനെ കുറച്ച് നേരം കളിപ്പിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അവനെ നമ്മൾ മറ്റൊരാളുമായിട്ട് സംസാരിക്കുമ്പോഴോ വെയിറ്റ് ചെയ്യുമ്പോഴോ അവനെ എൻഗേജ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസോ നമ്മുടെ കയ്യിൽ കരുതുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും.